പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 10-ാം തിരുവചനം. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. പൂർത്തീകരിക്കപ്പെടാത്ത പല കാര്യങ്ങളുടെയും നടുവിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. പൂർത്തിയാക്കാൻ സാധിക്കാതെ പാതി വഴിയിൽ ആയിപ്പോയ പലതും നമ്മുടെ ജീവിതത്തിൽ ഇന്നുമില്ലേ? കുടുംബത്തിൽ നിലച്ചുപോയ സമാധാനമാകാം, നിറം മങ്ങിപ്പോയ സ്നേഹമാകാം, ഒന്ന് ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ഇനിയും നമ്മൾ അവശേഷിപ്പിച്ചിരിക്കുന്ന വെറുപ്പാകാം. ഇനിയും പൂർത്തിയാകാത്ത ഒട്ടനവധി കാര്യങ്ങൾക്ക് ഒരു പരിഹാരമെന്നവണ്ണം തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു. സ്നേഹം അയൽക്കാരന് യാതൊരു ഉപദ്രവവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. ജീവിതത്തിൽ നമുക്ക് അസ്വസ്ഥത നേരിടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ മാറ്റി നിർത്തിയ പലരുടെയും കണ്ണുനീരിൻ്റെ നനവ് ഉണ്ടെന്നുകൂടി ഓർക്കാം. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞു വച്ചു: ആത്മാവിൻ്റെ സൗന്ദര്യം സ്നേഹമാണ്. പുറംമോടികളെക്കാൾ അധികമായി നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും സൗന്ദര്യം നിറയ്ക്കുന്നത് സ്നേഹമാണ്. ഈ ഒരു ആത്മാവിൻ്റെ സൗന്ദര്യം പരസ്പര സ്നേഹത്തിലൂടെ, ക്ഷമയിലൂടെ നമ്മുടെയും കുടുംബങ്ങളിൽ നിറയട്ടെ, ബന്ധങ്ങളിൽ നിറയട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.